വണക്കം ഗൈസ്, നമ്മുടെ ക്ലബ് ക്യാൻസ്ബർഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നമ്മളപ്പോൾ ഇന്ന് ആക്ച്വലി സ്ഥിരമായിട്ട് ഇപ്പോൾ പാട്ടും ട്രെയിലറും പരിപാടിയൊക്കെ ആണല്ലോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അണ്ടർ റേറ്റഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി പിടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് മലയാള സിനിമയിൽ അടിപൊളി പെർഫോമൻസും ഭയങ്കര വൈബും ഉണ്ടാക്കിയ ചില ക്യാരക്ടേഴ്സ് പെട്ടെന്ന് മറന്നു പോവുമോ, ആൾക്കാരുടെ മനസ്സിൽ കുറച്ച് മറന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് എയറിലോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുള്ള ഒരു പരിപാടി. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ പടം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏകദേശം എൻ്റെ +1 +2 കാലഘട്ടത്തിലാണ് ചോട്ടാ മുംബൈ ഇറങ്ങുന്നത്. ആ സമയത്ത് എൻട്രൻസ് കോച്ചിങ് ഒക്കെ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരുവനന്തപുരത്ത് ഭയങ്കര ആക്റ്റീവ് പരിപാടിയായിരുന്നു. ആ സമയത്ത് ടൈമിലെ ക്ലാസ് കട്ട് ചെയ്യുക, ചോട്ടാ മുംബൈ കാണാൻ പോവുക, ടൈമിലെ ക്ലാസ് കട്ട് ചെയ്യുക, ചോട്ടാ മുംബൈ കാണാൻ പോവുക. 12 തവണ ഞാൻ പടം കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. അന്ന് നമ്മുടെ SL തിയേറ്റർ ആയിരുന്നു, ഇപ്പോഴത്തെ ഏരിയസ് ഫ്ലെക്സ് അന്ന് SL തിയേറ്റർ ആയിരുന്നു. അന്ന് അഞ്ജലി എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഞാൻ ആ പടം കണ്ടത്. എൻ്റെ റിലീസ് ഡേ വരെ നമുക്ക് ഓർമ്മയുണ്ട്. ആനപ്പുറത്ത് പെട്ടിയൊക്കെ കൊണ്ടുവന്ന് ആഘോഷമായിട്ടാണ് ആ പടം അന്ന്. അപ്പോൾ അന്ന് അൻവർ റഷീദിൻ്റെ, ഇന്നിപ്പോൾ ന്യൂ ജനറേഷൻ ആവേശം എടാ മോനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അന്ന് അൻവർ റഷീദ് ഡയറക്ഷൻ ചെയ്തിരുന്ന കാലത്ത് രാജമാണിക്യവും ചോട്ടാ മുംബൈയും രണ്ടും ഏതാണ്ട് ഇതേ ഓളം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പടങ്ങളായിരുന്നു. അപ്പം ആ പടത്തിനകത്തൊരു ക്യാരക്ടറുണ്ട്, നമ്മുടെ നടേശന്റെ അമ്മ. ഓ എൻ്റെ പൊന്നെ, സ്ക്രീനിൽ വന്ന് കാണുന്ന സമയം മുതൽ അവരുടെ ഡയലോഗ് റെൻഡറിങ് മുതൽ അവരുടെ ഓരോ എക്സ്പ്രഷൻ മുതൽ അവരെ ഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി, മനസ്സിലായി. എന്നാൽ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത്? എന്റെ മോന് വേണ്ടിയാ. അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ കണ്ണാടി, അവരൊരു സാധനം തന്നെയാണ്. അവരുടെ പ്രാർത്ഥന, മക്കളെ കാണുന്ന രീതി, അവരുടെ ഭർത്താവ് ഒരു സൈക്കോ ഐറ്റമായിട്ടാണ് വെച്ചിരുന്നത്. ഭയങ്കര ചിരി ഉണ്ടാക്കിയ ഒരു ഐറ്റമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. അത് ആരാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ വെള്ളത്തിലെടുക്കരുത് കേട്ടോ, മുകേഷിന്റെ അമ്മ വിജയകുമാരി എന്ന് പറയുന്ന ആക്ട്രസ് ആണത്. ഇങ്ങനത്തെയൊക്കെ ആക്ടേഴ്സ് സീസൺഡ് ആക്ടേഴ്സ് എന്ന് പറയും. അതായത് അവർക്കൊരു ഐറ്റം ചെയ്താൽ ഇത് അടിക്കും എന്ന് ഉറപ്പുള്ള രീതിയിലേ അവർ അഭിനയിക്കുള്ളൂ. നമ്മുടെ KPS ലളിത സുകുമാരി ചേച്ചി ആ സെയിം ബ്രീഡിൽ വളർന്നു വരേണ്ട ഒരു ആക്ട്രസ് ആയിരുന്നു മുകേഷിന്റെ അമ്മ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് സിനിമയിൽ അത്ര ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. പണ്ട് എൻ്റെ ഫാദറിൻ്റെയൊക്കെ കാലത്ത് ഈ നാടകം ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഷീ വാസ് വെരി പ്രോമിനൻറ്റ്. ഓമാധവൻ്റെ നാടകങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. ഭയങ്കര സൂപ്പർ ആക്ടർ, കാഷ്വലായിട്ട് സാധനം ചെയ്ത് കളയും. അത് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് 2-3 സ്ഥലങ്ങളിൽ നിങ്ങൾ ആ സീന് കാണുമ്പോൾ നിങ്ങൾക്കത് വീണ്ടും ഓർമ്മ വരും, നിങ്ങൾക്ക് ചിരിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അവർ ചില ഐറ്റം ഒക്കെ ഉണ്ടല്ലോ അവരുടെ. ചോര ശരിക്കും പോട്ടടാ, ദുഷിച്ച ചോര ശരിക്കും പോട്ടടാ, എന്നാലേ ഇവന്റെ ദുഷ്ടത കുറയുള്ളൂ. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ ഇതുപോലെ ചോര തുപ്പി തന്നെ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാവടാ. വളരെ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല കടലിൽ കൊണ്ട് തള്ളു ഞാൻ നീന്തി പോരോടാ പട്ടി. വല്ല മുറിയെ കൊണ്ട് കൂട്ടി തിന്നാനും കുടിക്കാനും ഞാൻ നീന്തി കയറി വരൂടാ പട്ടികളെ എന്നൊക്കെ അവർ പറയണ ഐറ്റം കറക്റ്റ് ആൾക്കാരെ ഇങ്ങനെ പൊരുത്തി ചിരിപ്പിക്കും. അങ്ങനത്തെ ആക്ടേഴ്സ് ഇന്ന് മലയാളത്തിൽ കുറഞ്ഞു വരുവാണ്, ആ വേരിയേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർ ശരിക്കും ഈ സിനിമയ്ക്കകത്ത് അവരെ ചുമ്മാ ഒരു ചിരിപ്പിക്കാനുള്ള എലമെൻ്റ് ആയിട്ടല്ല, ക്ലൈമാക്സിനകത്ത് പോലും ആ കൊച്ചിൻ കാർണിവൽ പോലത്തെ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന പാമ്പ് എന്ന് പറയുന്ന ആ സാധനത്തിൽ ഇത്രയും ക്രൗഡിനെ വരട്ടാൻ വേണ്ടി അത്ര ലൗഡായിട്ടൊരു ക്യാരക്ടറിനെ പറ്റൂ. അവിടെ എന്താ പ്രശ്നം? പടക്കൊടുക്കട്ടോ? അതാ പാമ്പ് കുഴപ്പമില്ല, പാമ്പിനെ പിടിക്കേ. അയ്യോ പാമ്പേ, അയ്യോ പാമ്പേ, പാമ്പേ. പാമ്പ്
ഉദ്ദേശിച്ച എന്നെയാണ്. ഇവിടെ പാമ്പില്ല, എന്റെ ഓമനപ്പേരാണ് പാമ്പ്. അപ്പൊ അത് ആ ആക്ട്രസിന്റെ പവറാണ്. അവർ അത്രയും നന്നായിട്ട് ഡെലിവർ ചെയ്തത് കൊണ്ടാണ് ആൾക്കാർക്ക് അത് കൺവിൻസ് ആയത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോണ്ട ഒരു സീനാണ്. അതേപോലെ തന്നെയാണ് ക്ലൈമാക്സിനെ മറ്റേ സാന്റാക്ലോസിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് ആ കള്ളൻ കള്ളൻ എന്ന് പറയുന്ന സമയത്ത് ഉടനെ തന്നെ ആൾക്കാർ ആ ലൗഡ്നെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അത് കൺവിൻസ്ഡ് ആവുന്നത് ആ സീൻ. പക്ഷെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു ബ്രീഡ് ഓഫ് ആക്ടേഴ്സാണ്. അവരിപ്പോൾ ഇല്ല. അത് നമുക്ക് ചില സിനിമകളിൽ അങ്ങനെ ലാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരിനി ഉണ്ടായി വരട്ടെ, പുതിയതായിട്ട് വരുന്ന പിള്ളേരും അങ്ങനെ ആയി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത്രയും പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ, അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില